അപ്പോൾ ഗൈസ് ഇന്ന് അമ്മച്ചിക്ക് പണിക്കാരുണ്ട് കേട്ടോ, മുറ്റം പണിക്ക് ആളുണ്ട്. അപ്പം അമ്മ പറഞ്ഞു നമുക്ക് ഒരു പടുകൂട്ടാൻ വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പടുകൂട്ടാൻ വെക്കുക കേട്ടോ. മലപ്പുറം ജില്ലയിലെ ഒരു സ്പെഷ്യലാണ് കേട്ടോ ഈ പടുകൂട്ടാൻ എന്ന് പറയുന്നത്. ഒന്നും പറയാനില്ല ഗൈസ്, സൂപ്പറാണ്. അപ്പോൾ നമുക്ക് ഉമ്മ ഉണ്ടാക്കുന്നത് കണ്ടോക്കാം കേട്ടോ. പഴയ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ഇതുപോലത്തെ പടുകൂട്ടാനുകളൊക്കെ. അതായത് നമ്മൾ കൊറോണ ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇതൊക്കെയാണ്. അപ്പോൾ ഇതിലേക്കുള്ള ചേരുവകൾ എന്ന് പറഞ്ഞാൽ പച്ചമുളകും മഞ്ഞളും കറിവേപ്പിലയും പാകത്തിനുപ്പും, പിന്നെ അതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞങ്ങൾ വെച്ചിട്ടുള്ളത്. അതങ്ങനെ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിക്കുക കേട്ടോ. പണിക്കാരെല്ലാം നമ്മൾ കൂടുതലും ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുക കേട്ടോ, കാരണം അവർക്ക് വിശക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉച്ചവരെ പിടിച്ചിരിക്കേണ്ടത് പറയും. കഞ്ഞിയൊന്ന് കൂട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ക്ഷീണിക്കൂലല്ലോ. ഗൈസ് തണുപ്പ് കാരണം ശുദ്ധമായ വെളിച്ചെണ്ണ പാലായിട്ടുണ്ട് ഗൈസ്. കാലാവസ്ഥാ വ്യതിയാനം കാരണം പാലായ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു. സാധാരണ നമ്മൾ വെളിച്ചെണ്ണ ആട്ടലാട്ടോ, അപ്പോൾ വെളിച്ചെണ്ണ കഴിഞ്ഞിട്ടുള്ള മറിഞ്ഞിട്ടില്ല. ഉമ്മച്ചി വെളിച്ചെണ്ണ പാത്രം എടുത്തപ്പോൾ വെളിച്ചെണ്ണ കഴിഞ്ഞിരുന്നു കേട്ടോ. പിന്നെ അപ്പം തന്നെ കടയിൽ പോയിട്ട് വെളിച്ചെണ്ണ കൊടുക്കും. പക്ഷെ അതൊരു പാല് പോലെ കട്ടിയായിട്ടുണ്ടായിരുന്നു, തണുപ്പായത് കാരണം. അങ്ങനെ അത് ചൂടാക്കി നമ്മളതിലേക്ക് ഉള്ളിയും കടുകും കറിവേപ്പിലയും വറ്റൽമുളക് പൊടിയും ചേർത്തിട്ട് വറുത്തിട്ട് നമ്മളതിലേക്ക് ഒഴിച്ചു. പിന്നെ തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി പൊളിച്ച് തേങ്ങ ചിരണ്ടി ചമ്മന്തി ഉണ്ടാക്കി മീൻ വറുത്തതും. അതാണ് കേട്ടോ ഒരു 10 മണിക്ക് നമ്മൾ കൊടുക്കാൻ പോണത്. അങ്ങനെ ഡയറ്റ് ഫോളോ ചെയ്യണം. ഞാനും കഞ്ഞി കുടിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പണിക്കാർക്ക് കൊടുത്ത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ലാസ്റ്റ് പിന്നെ ഭക്ഷണം കഴിച്ച്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഗൈസ് വീഡിയോ കാണുന്നത് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.